നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6നെ കുറിച്ച് പുറത്ത് നല്ല അഭിപ്രായമാണെന്ന് ലാലേട്ടന് വരെ മനസ്സിലായി. ജാസ്മിനും ഗബ്രിക്കും ജിൻഡോയ്ക്കും സംസ്കാരമില്ലെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എങ്ങനെ പറയാതിരിക്കും അല്ലേ? വാ തുറന്നാൽ അശ്ലീലം, മോശം വാക്കുകൾ, എല്ലാം 18+. ഏതെങ്കിലും ഫാമിലിക്ക് ഈ ഷോ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സോഷ്യൽ മീഡിയയും പ്രേക്ഷകരും ഒന്നടങ്കം ഷോക്ക് എതിരായപ്പോൾ ബിഗ് ബോസും ഗെയിം ഒന്ന് മാറ്റിപ്പിടിച്ചു. ജിൻഡോയ്ക്കും ഗബ്രിക്കും ഇതിലും വലിയ ശിക്ഷയൊന്നും ഇനി ലഭിക്കാനില്ല. ആക്റ്റീവ് അല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞ പോലെ ഒരാൾ കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് യാത്രയായിരിക്കുകയാണ്. ഈ ഒരാഴ്ച കാട്ടിക്കൂട്ടിയതിനൊക്കെ ലാലേട്ടൻ കണക്കിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ചേർന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു കലക്കൻ ട്വിസ്റ്റ് ദിവസം, അതായിരുന്നു ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് ആദ്യ ദിവസം. സാധാരണ ലാലേട്ടൻ കൊച്ചുവിശേഷമൊക്കെ പറഞ്ഞാണ് സീരിയസ് മാറ്റേഴ്സിലേക്ക് കടക്കാറെങ്കിൽ ഇത്തവണ വന്ന പാടെ ഓൺ ഫയറിംഗ്, അതായിരുന്നു അവസ്ഥ. അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 4th വീക്കിൽ അമ്മാതിരി കാട്ടിക്കൂട്ടലാണ് ചിലർ ആ വീടിനുള്ളിൽ ചെയ്തു വെച്ചിരുന്നത്. നമ്മൾ ഓരോരുത്തർക്കുള്ള സംശയങ്ങൾ, അതുപോലെ ചില സംഭവങ്ങളിലുള്ള ക്ലാരിറ്റി, ഇവയ്ക്കെല്ലാം ലാലേട്ടൻ കൃത്യമായി അവരെ കൊണ്ട് തന്നെ മറുപടി പറയിച്ചു. കഴിഞ്ഞ ദിവസത്തെ ഗ്യാസ് ഓൺ ചെയ്ത വിഷയം വിചാരിച്ചതുപോലെ തന്നെ അത് ചർച്ചാ വിഷയമായി. പ്രതീക്ഷിച്ചതുപോലെ ജാസ്മിൻ തന്നെയാണ് അതിന് പിന്നിൽ. ഒരുപക്ഷെ അന്ന് ആ സംഭവം നടക്കുമ്പോൾ തന്നെ തെറ്റ് ഏറ്റു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും നാണം കെടേണ്ടി വന്നിരുന്നില്ല. കയ്യബദ്ധം എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ് ജാസ്മിൻ ഇത്രത്തോളം എത്തിച്ചത്. തെറ്റ് ചെയ്തിട്ടും ഞാനല്ലെന്ന ഭാവത്തിലുള്ള ഇരിപ്പ്, അതിന് ജാസ്മിന് 100 മാർക്ക് കൊടുക്കണം. എന്ത് തെറ്റ് ചെയ്താലും ആദ്യം ഇല്ലെന്ന് പറയുകയും പിന്നീട് വീഡിയോ കാണുമ്പോൾ സോറി പറയലും ജാസ്മിന്റെ പതിവ് കാഴ്ചയായതുകൊണ്ട് തന്നെ അതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഒറ്റ ആള് കാരണം 1000 ലക്ഷറി പോയിന്റ് ആണ് ഒറ്റയടിക്ക് കുറഞ്ഞു കിട്ടിയത്. ഇനി 18+ കഥയിലേക്ക് വരാം. ലാലേട്ടൻ വരെ ഇങ്ങനെ പറയുമ്പോൾ അത് എത്രമാത്രം മോശമായാണ് വിലയിരുത്തപ്പെടുന്നതെന്ന് ഒന്ന് ആലോചിക്കണം. സോഷ്യൽ മീഡിയയിൽ ഷോക്ക് വലിയ രീതിയിലുള്ള വിമർശനമാണെന്നൊക്കെ പറയണമെങ്കിൽ ആ അവസ്ഥ എന്തായിരിക്കും? കഴിഞ്ഞ ആഴ്ചയിലെ ജിൻഡോ, ഗബ്രി, ജാസ്മിൻ ഇവരുടെയൊക്കെ സംസാര രീതി കണ്ടപ്പോൾ തന്നെ പറഞ്ഞതാണ് ഇതിനൊരു 8ന്റെ പണി കിട്ടുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അക്കാര്യത്തിൽ ബിഗ് ബോസിനെ സമ്മതിച്ചു കൊടുക്കണം. കാരണം തെറ്റെന്താണെന്ന് കൃത്യമായി തെറ്റ് ചെയ്തവർക്കും കൂടെയുള്ളവർക്കും മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ബിഗ് ബോസ് അക്കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയത്. 18+ വാക്കുകൾ ഉപയോഗിക്കുന്നവർ ആരാണോ അവർക്ക് മത്സരാർത്ഥികൾ 18+ എന്ന് എഴുതിയ മെഡൽ ധരിപ്പിക്കണം. ഒപ്പം കാരണവും വ്യക്തമാക്കണം. സ്വാഭാവികമായും ജിൻഡോ, ഗബ്രി, ജാസ്മിൻ, ജാൻമോണി ദാസ്. ഏറ്റവും കൂടുതൽ വോട്ട് ജിൻഡോയ്ക്കും ഗബ്രിക്കും തന്നെയാണ് കിട്ടിയത്. ലാലേട്ടൻ 2 പേർക്കും വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ആ ട്വിസ്റ്റ്. സ്വന്തം ഇഷ്ടപ്രകാരം ലാലേട്ടൻ 2 പേരെയും പുറത്താക്കുന്നു. ജാസ്മിനൊക്കെ കാറ്റുപോയ ബലൂൺ എന്ന അവസ്ഥയായിരുന്നു. കാരണം നോമിനേഷനിൽ ഉണ്ടെങ്കിൽ പോലും ഗബ്രിക്കും ജാസ്മിനും ഉറപ്പായിരുന്നു പുറത്താകില്ലെന്ന്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഇമാതിരി സംഭവം കാറ്റ് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രേക്ഷകരിൽ കുറെ പേരെങ്കിലും ഗബ്രി പോയല്ലോ, ജാസ്മിന്റെ കാര്യം തീരുമാനമായെന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് ആ ട്വിസ്റ്റ് സംഭവിച്ചത്. ഗബ്രിയെയും ജിൻഡോയെയും ആക്ടിവിറ്റി റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം ലാലേട്ടൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അവിടെയും ജിൻഡോ നിഷ്കളങ്കതയുടെ നിറകുടം, അതായിരുന്നു അവസ്ഥ. കരഞ്ഞ് കരഞ്ഞ് തനിക്ക് പോണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഗബ്രി തന്റെ അഭിമാനം വിട്ട് കളിക്കില്ലെന്ന നിലപാടിലായിരുന്നു. ജിൻഡോ ലാലേട്ടനോട് പുറത്തു പോവേണ്ടെന്ന് കേണപേക്ഷിക്കുമ്പോഴും ഗബ്രി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന മട്ടിലാണ് നിന്നിരുന്നത്. ഒപ്പമുള്ള മത്സരാർത്ഥികളുടെ അഭിപ്രായമാണ് അതിലും രസം. 11 പേരും ഇവർ 2 പേരും തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ നോറ മാത്രം കൃത്യമായി ഇരുവരെയും എതിർത്താണ് സംസാരിച്ചത്. സംഭവം നോറയ്ക്ക് പേഴ്സണലി ദേഷ്യമുള്ള അല്ലെങ്കിൽ എതിർപ്പുള്ള 2 വ്യക്തികളാണെങ്കിലും കാരണമായി പറഞ്ഞതിന് ഒരു 100 മാർക്ക് കൊടുക്കണം. കൊച്ചുകുട്ടികളല്ല, അവർക്ക് കൃത്യമായി പറയുന്ന വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന്. അവിടെയാണ് നോറ എന്ന മത്സരാർത്ഥി വ്യത്യസ്തയാകുന്നത്. ശേഷം വാണിംഗ് കൊടുത്താണ് 2 പേരും തിരികെ വീട്ടിലേക്ക് ലാലേട്ടൻ പറഞ്ഞയക്കുന്നത്. എന്തായാലും ഒരു അരമണിക്കൂർ നേരത്തേക്ക് ജാസ്മിനും ഗബ്രിയും ജിൻഡോയും അടിച്ച ടെൻഷൻ, അതാണ് യഥാർത്ഥ പണിഷ്മെന്റ്. ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ തന്നെയാണ് തെറ്റ് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ എന്ന് കൃത്യമായി ബിഗ് ബോസിന് അറിയാം. എന്തായാലും ഇനിയെങ്കിലും ഇവർ നന്നാവുമോ എന്നൊക്കെ കണ്ടറിയാം. ഇനി എലിമിനേഷൻ. 8 പേരാണ് ഇത്തവണ നോമിനേഷനിലുണ്ടായിരുന്നത്. സസ്പെൻസ് നിറച്ചുകൊണ്ടാണ് ഇതിൽ നിന്ന് പുറത്തായ ആളുടെ പേര് ബിഗ് ബോസ് മത്സരാർത്ഥികളെ അറിയിച്ചത്. എന്നിരുന്നാലും അതിൽ വലിയ അത്ഭുതം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. എവിക്റ്റഡ് ആയത് യമുന റാണിയാണ്. ഡയസ് കറക്കി ഏത് നമ്പറാണോ വീഴുന്നത് ആ നമ്പറിലുള്ള പേപ്പർ മാറ്റുമ്പോൾ കാണുന്ന വ്യക്തി സേഫ്. അങ്ങനെയാണ് എലിമിനേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത്. ശ്രീതു, അപ്സര, ഗബ്രി, അൻസിബ, ജാസ്മിൻ ഇവരെല്ലാം സേഫ് ആയപ്പോൾ ഋഷി, നോറ, യമുന റാണി എന്നിവർ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തപ്പെട്ടു. അവിടെയും ബിഗ് ബോസ് നൽകിയ ടാസ്കിൽ യമുന റാണിക്കാണ് നറുക്കു വീണത്.
മത്സരാർത്ഥികൾക്കായാലും യമുന പുറത്താകുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ജാൻമണിക്ക് മാത്രമാണ് പിന്നെയും വിഷമമെന്ന് പറയാനുണ്ടായിരുന്നത്. ഏറെക്കുറെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് എലിമിനേഷൻ നടന്നത്. കാരണം ഒരു ഗെയിമർ എന്ന രീതിയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത കണ്ടസ്റ്റന്റുകളിൽ ഒരാളായിരുന്നു യമുന. അടുക്കളയിൽ പണി ചെയ്യലും അതുപോലെ വീട്ടുകാര്യങ്ങൾ ചെയ്യലുമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് യമുന കരുതിയതാണ് വിലങ്ങുതടിയായത്. പലപ്പോഴും താനുമായി റിലേറ്റ് ചെയ്ത വിഷയങ്ങളിൽ മാത്രമാണ് യമുന പ്രതികരിക്കാറുള്ളത്. മറ്റുള്ളവർ എന്തായാലും തന്നെ ബാധിക്കില്ലെന്ന നിലപാടാണ് യമുന സ്വീകരിച്ചിരുന്നതും. കഴിഞ്ഞ ആഴ്ചയിൽ ഇൻവിസിബിൾ ആയി നിൽക്കുന്ന ഒരാളെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞതോടെയാണ് യമുന ഈ ആഴ്ചയിൽ കുറച്ചെങ്കിലും ആക്റ്റീവായത്. ഈ ആക്റ്റീവ് ആകൽ കുറച്ച് മുൻപാണെങ്കിൽ ഗുണം ചെയ്തേനെ. എന്തായാലും യമുനയുടെ പോക്ക് ബാക്കി ആക്റ്റീവ് അല്ലാത്തവർക്കും ഒരു താക്കീതാണ്. ഈ ഒരു ഒറ്റ ആഴ്ചയിലെ പെർഫോമൻസ് കാരണം ലക്ഷറി പോയിന്റിൽ നിന്ന് 1000 പോയിന്റാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ജാസ്മിൻ ഗ്യാസ് ഓണാക്കി വെച്ചതിന് 1000, ജിൻഡോ ഗബ്രി വഷളത്തരങ്ങൾക്ക് 1000. നിലവിൽ ഉപ്പില്ലാതെയാണ് ഇക്കൂട്ടർ ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് ആലോചിക്കണം. അതിലേക്ക് ഇത്രയും പോയിന്റ് കൂടി പോയി കഴിഞ്ഞാൽ ബാക്കി അവസ്ഥ പറയേണ്ട ആവശ്യമില്ല. ഒരു പരിധിക്കപ്പുറം കടന്നാൽ ബിഗ് ബോസ് ഒന്നും അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഗബ്രിക്കും ജിൻഡോയ്ക്കും നൽകിയ ശിക്ഷ. മത്സരാർത്ഥികളുടെ പോക്ക് ഷോയെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്കും ഗബ്രിക്കും കുറച്ചു നേരത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. പരസ്പരം വാക്കേറ്റം സംഭവിക്കുമ്പോൾ വാക്കുകളിലായാലും ഫിസിക്കലി ആയാലും മാനേഴ്സ് കീപ്പ് ചെയ്യുക. ഇവയെല്ലാം മത്സരാർത്ഥികൾ മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ അവർക്ക് നല്ലത്. അടുത്ത ദിവസം നിർണായകമാണെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ 6 പേരാണ് അങ്കത്തട്ടിലേക്ക് വരാൻ പോകുന്നത്. എവിടെ നിന്നുള്ളവർ, ഏത് ഫീൽഡിലുള്ളവർ, ഏത് സ്വഭാവക്കാർ എന്നെല്ലാം ഇന്നറിയാം. ഓൾറെഡി പൊട്ടലും ചീറ്റലുള്ള ബിഗ് ബോസ് വീട്ടിലേക്ക് ശക്തരായ എതിരാളികൾ വരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമാണ് ചിലരുടെ ഗെയിം പ്ലാനുകളും മറ്റും പൊളിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ.